ആട് 3 ആട് 3യുടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആട് 4 എങ്ങനെ ആയിരിക്കുമെന്നും അല്ലെങ്കിൽ ആട് 3യുടെ പാർട്ട് 2 എങ്ങനെ ആയിരിക്കുമെന്നും ഇതിന്റെ പാർട്ട് 1ന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം, അതായത് ആട് 3യുടെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സിനിമയുടെ ട്രെയിലറിൽ നിന്ന് തന്നെ തുടങ്ങാം. ട്രെയിലറിന്റെ അകത്ത് നമ്മുടെ ആസം ഖാൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂഡിനെ പോലുള്ള പാസ്റ്റിലുള്ള ആ പുള്ളി, ഈ പുള്ളി ട്രെയിലറിന്റെ അകത്ത് ഇത് മതി ഇനി ഇത് പിടിയുന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്, അതൊരു കോമഡി രൂപത്തിൽ. ഈ സീൻ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു സിനിമയിൽ ഈ പുള്ളി ഇതേ ട്രോണിലായിരിക്കും പോകുന്നതെന്ന്. പക്ഷെ സംഭവിച്ചത് ഇതിന് ഓപ്പോസിറ്റ് ആയി പോയി. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, സ്പോയിലർ ആയേക്കാം, അതുകൊണ്ട് സ്പോയിലർ അലേർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമയിലുള്ള ആസം ഖാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ച് ഡെഡ്ലി ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ് വന്നേക്കുന്നത്. പല ക്യാരക്ടേഴ്സും പുള്ളിയെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ പാസ്റ്റിലെ സർബത്തേമീർ ഉണ്ടല്ലോ, പുള്ളിയെ ആ പാലത്തിന്റെ മണ്ടയിൽ നിന്ന് താഴോട്ട് എറിയുന്നുണ്ട്, അത് പുള്ളിയെ സഹായിച്ചിട്ട് പോലും. പിന്നെ പാസ്റ്റിലെ ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ നമ്മുടെ പത്മനാഭ രാജാവിനെ ഒറ്റ കൊടുത്ത് പുള്ളി എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സഹായം ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിയെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിന്റെ മണ്ടയിൽ കൂടെ കുതിരയെ ഓടിക്കുന്നുണ്ട്. പിന്നെ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു കോമഡി പോലത്തെ സീൻ കൊടുത്തത്? എന്തൊക്കെയാണെങ്കിലും പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം മാത്രമേ പുള്ളി ചെയ്യത്തുള്ളൂ. ഈ ആസം ഖാനും ടൈം ട്രാവൽ ചെയ്ത് പ്രസന്റിൽ എത്തിക്കാണും നമുക്കറിയാലോ. പക്ഷെ പുള്ളി എവിടെ എത്തിയെന്നോ എവിടെ ആണെന്നോ സിനിമയിൽ കാണിക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ആസം ഖാന് അവിടെ ഉള്ളവന്മാരെല്ലാം എടുത്ത് ഉടുക്കുന്നതായിരിക്കും. ആ തമിഴിന്റെ കയ്യിലെങ്ങനെ കിട്ടിയാൽ പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ ഡ്യൂഡ് ടൈം ട്രാവൽ ചെയ്തിട്ട് പാസ്റ്റിലോട് ചെല്ലുമ്പോൾ പാസ്റ്റിലുള്ള ആളുകൾ അത് ആസം ഖാനാന്ന് വിചാരിച്ചിട്ട് ചെതറി ഓടുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആസം ഖാന്റെ കാര്യം നേരെ തിരിച്ചായിരിക്കും. ഇത്രയും നാൾ നമ്മുടെ ഡ്യൂഡിന്റെ അവസ്ഥ ഈ പ്രസന്റിൽ എന്തായിരുന്നു, അതിനേക്കാളും പരിതാപകരമായിരിക്കും ഈ ആസം ഖാന്റെ അവസ്ഥ. ഓൾറെഡി ആ പാലം തകർക്കുമ്പോൾ പത്രക്കാരൊക്കെ ഓൾറെഡി അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്കൂടാണ് ഡ്യൂഡിന്റെ ഹെലികോപ്റ്ററിലുള്ള എൻട്രി, അതും എന്തായാലും ഉറപ്പായിട്ട് ക്യാപ്ചർ ചെയ്ത് കാണും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ആ തമിഴൻ കണ്ടു കാണും. ആ തമിഴൻ ഡ്യൂഡിനെ വിടുന്നതിന് മുമ്പ് ഒരു ഡീൽ ഉറപ്പിക്കുന്നുണ്ട്. അതിന്റെ 50-50 ഒന്നും പോരാ, അതെന്ത് കിട്ടിയാലും പുള്ളിക്കാണ് മൊത്തത്തിന്റെ അവകാശം പുള്ളിക്കാണെന്ന്. അപ്പൊ ഡ്യൂഡിന്റെ ആ എൻട്രിയിലുള്ള സീന് ആ തമിഴെ കണ്ടിട്ടുണ്ടെങ്കിലോ നമ്മുടെ ആസം ഖാന് പുള്ളി അറിയത്തത് പോലും ഇല്ല. അതുകൊണ്ട് പുള്ളിയുടെ അടുത്തോട്ട് ചെല്ലത്തുമില്ല. ഡ്യൂഡ് ആയിരുന്നെങ്കിലും പുള്ളിയുടെ അടുത്തോട്ട് പോകാനേ പോകത്തില്ല. ആ ഷോ കടിക്കുന്ന നിക്കറും പുള്ളി ഊരിക്കളഞ്ഞായിരുന്നു. എന്തായാലും ഡ്യൂഡിന്റെ കയ്യിൽ ആ പെട്ടി കിട്ടിയെന്ന് കാണുമ്പോൾ പുള്ളി അത് പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. അപ്പൊ ആ തമിഴൻ കൂടെ പറഞ്ഞു വിട്ട് ആ തമിഴിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ എവിടാണെന്നൊക്കെ. അങ്ങനെ ആസം ഖാൻ ആ തമിഴിന്റെ കയ്യിൽ എത്തിയേക്കാം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ പെട്ടി എന്തെന്ന് വല്ലതും ചോദിച്ചാ പുള്ളിക്ക് അതിനെ പറ്റി ഒരു മറുപടി പോലും കാണത്തില്ല. പിന്നെ ആസം ഖാന് പുള്ളിയെ എതിർക്കാനും പറ്റത്തില്ല. ഈ ടിപ്പു സുൽത്താന്റെ ആളാണല്ലോ ആസം ഖാൻ. ഈ ടിപ്പു സുൽത്താനെ പേടിക്കുന്നു വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോയിലൂടെ പറഞ്ഞ ആ മൈസൂർ റോക്കറ്റ് ഉള്ളത് കൊണ്ടൊക്കെയാണ്. എന്തായാലും പുള്ളി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ച് അതെന്തായാലും കൂടെ കൊണ്ടത് കാണത്തില്ലല്ലോ. അത് മാത്രമല്ല, പാസ്റ്റിൽ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നവരല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് തികച്ചും വ്യത്യസ്തരാണ് അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പുള്ളിയുടെ പാസ്റ്റിലുള്ള വേലത്തിനൊന്നും ഇവിടെ നടക്കാനേ പോകുന്നില്ല. ആട് 2ന്റെ അകത്ത് ആ തമിഴിന്റെ കയ്യെ പെട്ടിട്ട് ആ കടയും തകർത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് തേടിപ്പോയ തന്നെ കൈ കിട്ടിയപ്പോ പിന്നെ അത് നഷ്ടപ്പെടുന്നു. പിന്നെ ആ തമിഴിന്റെ കയ്യിൽ ട്രാപ്പ് ആയി പോകുന്നു. അങ്ങനെയാണ് ആട് 3ക്കകത്ത് ഡ്യൂഡ് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് അറിയാലോ. ഇത് തന്നെ ആയിരിക്കും വരാൻ പോകുന്ന ആട് 4 അല്ലെങ്കിൽ ആട് 3യുടെ പാർട്ട് 2ന്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത്. ഒരു മിഷന് വേണ്ടി അവിടുന്ന് പുറപ്പെടുന്നു, പുള്ളിയുടെ കയ്യിൽ അത് കിട്ടുകയും ചെയ്യും, എന്നിട്ട് അത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ പിന്നെ ഉറപ്പിക്കാം ആസം ഖാൻ എന്തായാലും ആ തമിഴിന്റെ കയ്യെ പെടുന്നതായിരിക്കും. പുള്ളിയുടെ അവിടുത്തെ അവസ്ഥയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഡ്യൂഡിനേക്കാളും പരിതാപകരമായിരിക്കും പുള്ളിയുടെ അവസ്ഥ. ഡ്യൂഡ് അവിടെ ആ തമിഴിന്റെ അടുത്ത് പെട്ട് കിടക്കുമ്പോൾ ഒരു കഴുത ഉണ്ടായിരുന്നു. ആ കഴുതയുടെ പേര് ഞാൻ പറഞ്ഞു, അതറിയാമെങ്കിൽ താഴ്ന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയും സംഭവിക്കാം. ഈ ആസം ഖാൻ വേണമെങ്കിൽ നമ്മുടെ സർബത്ത് ഷമീറിന്റെ കൈ വേണമെങ്കിൽ പോയി പെടാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ഡ്യൂഡ് പാസ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ പാസ്റ്റിലുള്ള ആ ഷമീർ പേടിച്ചോടുന്നതായിരിക്കുമല്ലോ. അവിടെ നടക്കുന്ന അതേ കാര്യം തന്നെ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടോട്ട് വരുമ്പോൾ നമ്മുടെ സർബത്ത് ഷമീറിനെ പുള്ളി കാണാൻ ചാൻസ് ഉണ്ട്. നിന്നെ ഞാൻ ആ പാലത്തിന് വേണ്ടി എടുത്ത് താഴെ ഇട്ട അല്ലേടാന്ന് അങ്ങനെ ചോദിക്കാൻ ചെന്നാ നമ്മുടെ ഷമീറിന് ഇഷ്ടപ്പെടുവോ? ഒന്നാമത് ആ പെട്ടി നഷ്ടപ്പെട്ടപ്പോൾ പൊളിഞ്ഞിരിക്കുകയായിരിക്കും നമ്മുടെ ഷമീർ. പിന്നെ ബഹുമാനക്കുറവും കാണും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ആസം ഖാനെ ഷമീർ സർബത്ത് പിഴിഞ്ഞിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴായിരിക്കും ആ തമിഴിന്റെ കയ്യെ പോയി പെടുന്നത്. ഇനി എന്തായാലും പാസ്റ്റിൽ പോയ ആൾക്കാർ എന്തായാലും പ്രസന്റിലോട്ട് തിരിച്ചു വരുമോ അറിയത്തില്ല. എന്തായാലും പാസ്റ്റിലോട്ട് പോയ നമ്മുടെ ഡ്യൂഡിന്റെയും പാപ്പന്റെ അവസ്ഥ എന്തായാലും അടിപൊളിയായിരിക്കും. നമ്മുടെ പത്മനാഭ രാജാവ് പ്രസന്റിലോട്ട് വരുമ്പോൾ അവിടെയുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പാപ്പം വെള്ളം ഒഴിച്ചിട്ട് അവിടെ ആ വേഷം കെട്ടി വന്നേക്കുന്നതാണ്. ഇനി നമ്മുടെ പാസ്റ്റിലുള്ള ഡ്യൂഡിന്റെ കാര്യം എടുത്ത് നോക്കിയാലോ, പുള്ളിയെ കാണുമ്പോൾ തന്നെ എല്ലാവരും ചെതറി ഓടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഡ്യൂഡിന് എന്തായാലും ആ പഴയ പവർ എന്തായാലും തിരിച്ചു കിട്ടിയെന്ന് പുള്ളിക്ക് തോന്നുന്നതായിരിക്കും. ഇനി കാണിക്കാനുള്ളത് നമ്മുടെ പാപ്പനെയും ആസം ഖാനെയാണ്. നമ്മുടെ പാപ്പനെ ചെറിയൊരു രീതിയിൽ ആ യുദ്ധം നടക്കുന്നിടത്ത് കാണാൻ പറ്റും. പക്ഷെ അത് പുള്ളി ചെന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള സീനൊക്കെ ആയിരിക്കാം. അതിനെപ്പറ്റി ഒന്നും അറിയാത്ത നമ്മുടെ പാപ്പ ചെന്നിട്ട് ആ യുദ്ധത്തിന് നടുക്ക് നെഞ്ചു പിരിച്ചു നിൽക്കുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ചെന്നിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടുള്ള സീനായിരിക്കും അത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ഡ്യൂഡിന്റെയും പാപ്പന്റെ അവസ്ഥ അടിപൊളിയായിരിക്കും. പക്ഷെ പ്രസന്റിലോട്ട് എത്തി നമ്മുടെ രാജാവിന്റെ ആസം ഖാന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അങ്ങനെ ഈ ക്യാരക്ടേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ രാജാവ് പ്രസന്റ് വന്നിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ വന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ട്രെയിലർ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കിയായിരുന്നു. അപ്പൊ ഈ സീൻ കണ്ടു. ഈ സീൻ ഞാൻ സിനിമയിൽ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴ്ന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. ഇല്ലെന്നാണ് എന്റെ ഒരു ഉറപ്പ്. ചിലപ്പോൾ അത് ഞാൻ മിസ് ചെയ്തായിരിക്കാം. ഇവിടെ നമ്മുടെ പാപ്പൻ ആ ബുള്ളറ്റിൽ നിന്ന് വാൾ വലിച്ചൂരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ പാപ്പൻ ഒരിക്കലും ഒരാളെ വെട്ടിക്കൊല്ലുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാ രാജാവാനായിട്ടാണ് ചാൻസ് കൂടുതലും. പിന്നെ ഈ സ്റ്റൈൽ
സ്റ്റൈലൊക്കെ ഷാജി പാപ്പന് തന്നെ ആണ്. അത് പുള്ളി ഇവിടെ പെട്ടുപോയതുകൊണ്ട് പുള്ളിയുടെ സ്റ്റൈലോട്ട് മാറിയതാണെങ്കിലോ? എനിക്കിതൊരു ഡൗട്ട് മാത്രമാണ്. എത്ര ആലോചിച്ചിട്ട് ഞാൻ തിയേറ്ററിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മറന്നേക്കാം. ഓക്കെ, എന്തൊക്കെയാണെങ്കിൽ ഈ രാജാവ് ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് അറിയത്തില്ല. കാരണം ഈ രാജാവിന്റെ രീതിയും പാപ്പന്റെ രീതിയും രണ്ടും രണ്ടാണ്. അല്ലെങ്കിൽ ജീവിച്ച സാഹചര്യം രണ്ടും രണ്ടാണ്. പിന്നെ രാജാവിന്റെ കയ്യിലും കഴുത്തിലൊക്കെ ആയിട്ട് കുറെ ആഭരണങ്ങളുണ്ടല്ലോ, അതെന്തായാലും അമ്മ വിറ്റ് പുട്ടടിക്കുന്നതായിരിക്കും. രാജാവിന്റെ ആ പാസ്റ്റ് കാലം വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ഇവിടെ വെറും പുല്ല് വിലയായിരിക്കും കൊടുക്കുന്നത്. രാജാവ് എന്ന് പറയുന്നത് ചുറ്റും പരിചാരകരൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരിക്കും. പക്ഷെ ഇവിടെ എന്തായിരിക്കും? കടവും ബാധ്യതയും അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ പാപ്പന്റെ അമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് പാപ്പന് കിട്ടുന്നത് പോലെ രാജാവിന് ഇടയ്ക്കിടയ്ക്ക് തലയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പുള്ളി ഇപ്പൊ പാപ്പന്റെ ക്യാരക്ടറായിട്ടായിരിക്കില്ല ഇവിടെ നിൽക്കുന്നത്. പുള്ളി ആ പൊട്ടത്തരങ്ങളൊക്കെ മാറ്റി നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഈ പ്രസന്റിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ പാസ്റ്റിലുള്ളവർ എത്ര മണ്ടന്മാരേ അല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്രസന്റിലുള്ള രാജാവായ പാപ്പൻ നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഡ്യൂഡിന്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിയുടെ ലൈഫ് അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ പുള്ളി ഈ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. ഡ്യൂഡ് അവിടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഡ്യൂഡിന് ചിലപ്പോൾ ഈ പ്രസന്റിലോട്ട് തിരിച്ചു വരാനേ തോന്നുന്നില്ല. പക്ഷെ തമിഴിന്റെ പെട്ട് കിടക്കുന്ന ആസം ഖാനോ അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട ആ പാച്ചിലേക്ക് എങ്ങനെയും പോയാൽ മതി എന്നായിരിക്കും. മേ ബി ഞാൻ ആദ്യം പറഞ്ഞ ഒരു സീൻ ഉണ്ടല്ലോ, ഇത് മതി ഇനി ഇത് പിടി എന്നുള്ള സീൻ, മേ ബി നമ്മുടെ ഡ്യൂഡ് ആസം ഖാന്റെ ലുക്കിലോട്ട് മാറിയിട്ടുള്ള സീൻ ആയിരിക്കും ഇത്. ഇത് നമ്മൾ ഷാജി പാമിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാപ്പയോട് മറ്റേ പുള്ളി പറയുന്നുണ്ടല്ലോ, മറ്റേ പൂജാരിയോ ദുർമന്ത്രവാദി മറ്റേ പുള്ളി ഉണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ പുള്ളി പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം മരണപ്പെടുമെന്ന്. ആ ഒരു സീനിലൂടെയാണ് നമ്മുടെ പാപ്പനെ പാസ്റ്റി കാണിക്കുന്നത്. ആ കൊല്ലുന്നത് നമ്മുടെ ആസം ഖാന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഡ്യൂഡിന്റെ ടീമായിരിക്കാം. എന്തായാലും നമ്മുടെ പാപ്പനും ഡ്യൂഡും ഒന്നും ആ യുദ്ധത്തിൽ മരിക്കാനേ പോകുന്നില്ല. അതെന്തായാലും 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്കും അറിയാലോ. ഇപ്പൊ സിനിമ വെറും 7 ദിവസം കൊണ്ട് 100 കോടിയോളം കളക്റ്റും ചെയ്ത് കഴിഞ്ഞു. പലരും പറഞ്ഞ സിനിമ 50 കോടി പോലും കളക്ട് ചെയ്യത്തില്ലെന്നൊക്കെയാണ്. സിനിമയുടെ പവർ ഇപ്പൊ എന്താണെന്ന് അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. എന്നാൽ ഇപ്പൊ പറയുന്നത് സിനിമ 150 കോടി കാണാനേ പോകുന്നില്ലെന്ന്. അതെന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷൻ വളരെ കുറവാണ്. 4, 5, 6 കോടികൾ വെച്ചാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കുറയാനായിട്ടുള്ള കാരണം. വരുന്ന ആഴ്ച ഇപ്പൊ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വെക്കേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ സിനിമ പുഷ്പം പോലെ 150 കോടിയൊക്കെ തൂക്കുന്നതായിരിക്കും. പലരും ചിലപ്പോൾ വേണമെങ്കിൽ പറയാം വാഴ 2 ഇറങ്ങാൻ പോകുന്നെന്ന്. വാഴ 2 അത്രയ്ക്ക് വലിയ ഭീഷണി ആവാനൊന്നും പോകുന്നില്ല. ചെറിയ രീതിക്ക് വേണമെങ്കിൽ സിനിമയുടെ കളക്ഷനെ ബാധിക്കാം. പക്ഷെ ദൃശ്യം 3 ഉണ്ടായിരുന്നെങ്കിൽ കളക്ട് ചെയ്യാനേ പറ്റത്തില്ല. ഇപ്പൊ ഓൾറെഡി സിനിമ എന്തായാലും പ്രോഫിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ കളക്ഷൻ 87 കോടി ആയപ്പോൾ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള വിജയ് ബാബു സിനിമയുടെ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 87 കോടിയോളം സിനിമ കളക്ട് ചെയ്തപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. ഈ കളക്ട് ചെയ്തേക്കുന്നതിന്റെ 75% ബഡ്ജറ്റ് ആണെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. അപ്പൊ സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത് 65 കോടിയോളം രൂപയാണ്. പിന്നെ സിനിമയെ പറ്റി വെറുതെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെടാത്തവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നെഗറ്റീവ് ചുമ്മാ പറയുന്നവരെ പറ്റി. പക്ഷെ സത്യം എന്തെന്ന് വെച്ചാൽ ഇവന്മാര് പറയുന്നൊന്നും സത്യം പറഞ്ഞാൽ ഏൽക്കുന്നില്ല. അതാണ് സത്യം. പിന്നെ സിനിമ ആട് 1നെയും 2നെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോമഡി വളരെ കുറവാണ്. ആ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സിനിമയിൽ മാക്സിമം അവർ കോമഡി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷെ കോമഡി വളരെ കുറവാണെങ്കിൽ പോലും ആട് പോലൊരു ഫ്രാഞ്ചൈസിയിൽ ടൈം ട്രാവൽ ഉൾപ്പെടുത്തി ഇത്രയും വലിയ വിജയമാക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് സിനിമ ഉണ്ടാക്കിയെന്ന് പോലും. അതുപോലെ തന്നെ ഞാനും നല്ല എഫേർട്ട് എടുത്താണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പിന്നെ സിനിമയുടെ ഭാഗമായിട്ട് ഈ ഇടയ്ക്ക് നടന്ന ഇന്റർവ്യൂവില് ആട് 4 അല്ലെങ്കിൽ ഇതിന് സെക്കൻഡ് പാർട്ടിന്റെ ഷൂട്ടിംഗ് എപ്പോൾ തുടങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ആക്ടേഴ്സിന്റെ ഒക്കെ ഡേറ്റ് നോക്കി പിന്നെ മഴക്കാലത്തിന് ശേഷം സിനിമ ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. അപ്പൊ അടുത്ത വർഷം ഒക്ടോബർ നവംബർ സമയമാകുമ്പോഴത്തേനും ഷൂട്ട് തുടങ്ങുമായിരിക്കും അല്ലേ. ആട് 3 ഇപ്പോഴും ഇത്ര നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാർട്ട് 2 വരുമ്പോൾ എത്രത്തോളം കളക്ഷൻ തൂക്കുമായിരിക്കും? ഇപ്പൊ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ആട് 3 എത്രത്തോളം ഫൈനൽ കളക്ഷൻ ഇടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇവരുടെയൊക്കെ പേര് വീഡിയോയിൽ കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ പേരിന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള മറ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.